നോക്കൂ, ദിവ്യയുടെ കുട്ടി ഒരു ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നു. കുട്ടിക്ക് വോട്ടില്ലോ എന്ന് നമ്മൾ സാധാരണ നിലയ്ക്ക് ചിന്തിക്കും. പക്ഷേ നിങ്ങളുടെ വീട്ടിലിരുന്ന് കുട്ടി ഹോംവർക്ക് ചെയ്യാണ്. കുട്ടിക്ക് അറിയാത്ത കാര്യങ്ങൾ കുട്ടി അച്ഛനോടോ അമ്മയോടോ ചോദിക്കുകയാണ്. അച്ഛനും അമ്മയും അറിയാത്ത കാര്യങ്ങൾ അവർ മറ്റെവിടെയും ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ആ സംഗതി അങ്ങോട്ട് പ്രസരിക്കുകയാണ്. ആരാണ് അതിദാരിദ്ര്യമുക്തിയുള്ള സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിച്ചതെന്ന് കുട്ടിക്കറിയില്ലെങ്കിൽ കുട്ടി അച്ഛനോട് ചോദിക്കുന്നു. അച്ഛൻ അറിയില്ല, അച്ഛൻ വേറൊരാളോട് ചോദിക്കുന്നു. അതിദാരിദ്ര്യമുക്തി എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, അതിദാരിദ്ര്യമുക്തി എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നു. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുട്ടികളില്ലാത്ത വീടുകൾ കുറവാണ്. സോ അതുകൊണ്ട് അത് മാത്രമല്ല, കുട്ടികളിലൂടെ വരുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ ആ കുട്ടികൾ അത് പലരോട് സംസാരിക്കുകയും പല ആളുകളിലേക്ക് എത്തിക്കുകയും അങ്ങനെ പരമാവധി പെനിട്രേഷൻ ഉറപ്പാക്കാൻ കഴിയും, അതിൻ്റെ പ്രസരണം ഉറപ്പാക്കാൻ കഴിയും എന്നാണ് സർക്കാർ വിചാരിക്കുന്നത്. ഇതൊരു സാധാരണ നിലയ്ക്കുള്ള കുട്ടികളെ ഉദ്ബുദ്ധരാക്കാം, കുട്ടികളെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കാം എന്നതല്ല. സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ സർക്കാർ ഒരു മെക്കാനിസം ഡിസൈൻ ചെയ്തിരിക്കുന്നു. അതിന് ചീഫ് മിനിസ്റ്റേഴ്സ് ക്വിസ് എന്ന് പേരിട്ടിരിക്കുന്നു. അതിൽ ചില പഴയ കവികളുടെ കവിതാവാക്ക് ശകലങ്ങളുമുണ്ട്. മറിച്ച് ബാക്കിയെല്ലാം സർക്കാർ നേട്ടങ്ങൾ എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. അതിപ്പോൾ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ, ഗവൺമെൻറ് ഇപ്പോൾ പൊതുഖജനാവിൽ നിന്ന് പിണറായി വിജയൻ്റെ പേര് പഠിക്കാൻ പണം ചെലവാക്കുന്നു എന്നാണ് ഒരു വിമർശനം. പൊതുഖജനാവിൽ നിന്ന് പണം ചെലവിട്ട് സർക്കാർ കോടാനുകോടി രൂപ PRD വഴി എന്തെല്ലാം തരത്തിലുള്ള പ്രചരണം നടത്തുന്നുണ്ട്. പത്രങ്ങളിൽ വരുന്ന പരസ്യം, ചാനലുകളിൽ വരുന്ന പരസ്യം, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന പരസ്യം, സർക്കാർ തന്നെയും പൊതുഖജനാവിൽ നിന്ന് പണം ചെലവാക്കൊണ്ട് നടത്തുന്ന നവകേരള സദസ്സുകൾ, യാത്രകൾ, ഇവയെല്ലാം സർക്കാരിൻ്റെ പ്രചാരണ പരിപാടികളാണ്. എല്ലാ കാലത്തും സർക്കാരുകൾ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും സർക്കാരുകൾ ചെയ്യുന്നു. കേന്ദ്ര സർക്കാർ തന്നെയും ചെയ്യുന്നു. നരേന്ദ്രമോദി എന്ന് പറയുന്ന ബ്രാൻഡ് അതിനൊരു ഉദാഹരണം അതാണ്. എല്ലാത്തിൻ്റെയും നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കേണ്ട ഒരു പേര് ഈ ഭരണനായകൻ്റെ പേരാണ്. പിണറായി വിജയൻ്റെ പേര് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. ആധുനിക കേരളത്തിൻ്റെ ശില്പി എന്ന മട്ടിലോ മറ്റോ. അതുപോലെ ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്ന മട്ടിൽ മോദിയുടെ പേരുണ്ടാവണം. റേഷൻ കടയിൽ പോലും മോദിയുടെ പടം വെച്ചിരിക്കണം. നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവരുന്ന എല്ലാ പദ്ധതികളിലും നരേന്ദ്രമോദിയുടെ പടം മസ്റ്റാണ്. അപ്പോൾ നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ബ്രാൻഡും ചിത്രവും ഇമേജും ജനങ്ങളുടെ മനസ്സിൽ നിലനിർത്തുന്നതിന് വേണ്ടി എന്താണോ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന അവരുടെ ഒരു ആക്ഷൻ പ്ലാൻ, അതിനോട് വേണമെങ്കിൽ ചേർന്ന് നിൽക്കുന്നു വെച്ചാൽ പൂർണ്ണമായും അങ്ങനെ ഒരു മോദി ബ്രാൻഡ് എന്ന് പറയാൻ പറ്റില്ല. സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളും സർക്കാരിൻ്റെ പ്രതിച്ഛായയും ജനങ്ങളുടെ മനസ്സിൽ പതിപ്പിക്കണം. അതിന് പലതരത്തിലുള്ള മാർഗങ്ങൾ അവർ അവലംബിക്കുന്നുണ്ട്. അതിലൊരു മാർഗ്ഗമാണ് ഈ ക്വിസ് പരിപാടി. അത് ഓരോ വീടുകളിലേക്കും ഈ ഇൻഫർമേഷൻ മുഴുവൻ എത്തുകയും അവരതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ആളുകൾക്കിടയിൽ ഒരു ഇമ്പാക്റ്റ് രൂപപ്പെടുകയോ അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ ഒരു മതിപ്പുണ്ടാവും. ഈ സർക്കാർ ഇത്രയും എല്ലാവരും ശ്രദ്ധിക്കുന്നില്ലല്ലോ. ഗവൺമെൻറ് ഇപ്പോൾ ഒരു പത്രത്തിൽ ഇപ്പോൾ ഒരു 1-ാം പേജിൽ മൊത്തം ഞങ്ങൾ നടപ്പിലാക്കിയ പദ്ധതി എഴുതി കൊടുത്ത് ആര് വായിക്കാനാണ്?